ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ ജിമ്മിലെ എല്ലാ മെഷീനിലും ഫുൾ സ്റ്റാക്ക് ഇട്ട് അടിക്കാൻ പോകണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. ഇന്ന് എന്റെ കൂടെ ആദ്യമുണ്ട്. കൂടെ എന്റെ ജിം ബ്രോ ആയിട്ടുള്ള ആദ്യമാണ് എന്റെ കൂടെ ചലഞ്ചിന് പങ്കെടുക്കാൻ വരുന്നത്. ഈ ചലഞ്ച് തോറ്റു കഴിഞ്ഞാൽ ഒരു ചലഞ്ച് നീ ചെയ്യണം, ഒരു പണിഷ്മെന്റ് നീ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് ആദ്യം തന്നെ നമുക്ക് ലാറ്റ് പുൾ ഡൗണിലേക്ക് തുടങ്ങാം. കം ഓൺ. ഓക്കെ, ഫുൾ സ്റ്റാക്ക് ഇട്ട് നമ്മളെ ലാറ്റ് പുൾ ഡൗൺ അടിച്ചിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വരുത്തില്ല കേട്ടോ. എന്താ സാധനം? ഇത് താഴ്ന്നു മാറും, അല്ലെങ്കിൽ വേറെ വല്ലതും വരികയായിരിക്കും ആൾക്കാർ. കാല് കേറുന്നില്ല ബാബുവേ. അപ്പൊ ഫുൾ സ്റ്റാക്ക് ഇട്ട് അടിക്കാൻ പോവാ. സാമിശരണം അടിച്ചു ഗൈസ്. അയ്യോ ഗൈസ്, ഇനി എന്റെ ടേൺ ആണ്. ഇനി ആദ്യത്തെ ഇതാണ്. ചോക്കണോ? അത് പിടിച്ച് തൂങ്ങാനല്ല, അടിക്കണം. അടിച്ചണം ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ ലാറ്റ് പുൾ ഡൗൺ വളരെ ഈസി ആയിരുന്നു തോന്നുന്നു അല്ലേ? ഈസി. നീ എത്ര വെയിറ്റ് അടിക്കത്തില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അടിച്ചത്? കഴിവേറ് തന്നെ. അപ്പൊ നമുക്ക് ലെഗ് എക്സ്റ്റൻഷൻ ഇടാ. 100 കിലോ കേറാ. ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്തുവാ? ഇത് 2 കാലം കൊണ്ട് എളുപ്പമല്ലേ, 1 കാലം കൊണ്ട് അടിക്കണം. അങ്ങനെയുണ്ട്. അടിയാം. ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് ലെഗ് ഇഞ്ചുറി ഉണ്ട്. കാല് വയ്യാത്തവനാ, സീരിയസ് ആയിട്ട് ഇഞ്ചുറി ഉണ്ട്. ചുമ്മാ ഇഞ്ചുറി. തോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും പണിഷ്മെന്റ് ചെയ്യണം. 2 3 4 5 6 മതി. അതിനുള്ള എനർജി അല്ല ഞങ്ങളെ. ഇനി ഒരുപാട് വർക്കൗട്ട് കൊടുക്കാൻ സാരമില്ല, ഇയാളെ തോപ്പിക്കണം, അതാണ് എന്റെ ലക്ഷ്യം. വാ. അപ്പൊ അടുത്തത് അടുത്ത ഒരു മെഷീൻ കിടപ്പുണ്ട് ഇവിടെ. സ്വാമി ശരണം. അപ്പൊ അടുത്തത് എന്തുവാണ് ഇതിന്റെ പേര്? പെക്ക് ഫ്ലൈസ് അതോ ചെസ്റ്റ് ഫ്ലൈസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പെക്ക് ഫ്ലൈ. അതെ. അപ്പൊ ഇതിനകത്ത് 100 കിലോ അടിക്കണം. എന്താണ് അത്? വെയിറ്റ് കൂടിയോ? ഇവിടെ ചെസ്റ്റ് ഇന്നലെ അടിച്ച നല്ല വേദനയുണ്ട്, അതുകൊണ്ടാണ് ഗൈസ് അടിക്കാൻ പറ്റത്തത്. ഫെയിൽ ആവുമെന്ന് 2 റെപ്പ് മതി തോന്നുന്നു, പക്ഷെ അത് വെറും തോന്നലാണ്. ഈ ട്രെയിനറോട് എവിടെയെങ്കിലും അതങ്ങ് വഹിക്കാം. ഓക്കെ, 100 കിലോ. കൊറേ റെപ്പ് അടിക്കുന്നുണ്ട്. അത് മതി, നമ്മളെല്ലാം 100. ഇവിടെ വെയിറ്റ് ഇനിയും കൂട്ടണം കട. ഇത് 100 പോരാ നമുക്ക്. ഞങ്ങൾക്ക് ഓവർ പവേർഡ് ആയിപ്പോയി. അതാ. ഇനിയിപ്പോൾ അടുത്ത ഏത് മെഷീൻ അടിക്കും? അടുത്ത നമുക്ക് ഈ കോച്ചി പിടിച്ച്. അപ്പം അടുത്ത മെഷീൻ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നിട്ട് സീറ്റഡ് റോ. അത് 100 കിലോ. എങ്ങനെയാണോ അടിക്കേണ്ടത്? എങ്ങനെ നല്ലോണം അടിച്ചോ. പാടുന്നില്ല. എനിക്കൊന്നും നടുവേദന എടുക്കുന്നു. പാടാ, സീരിയസ് ആയിട്ടും പാടാ. സാരമില്ല, നീ ചെയ്താ മതി. ഞാൻ ഇച്ചിരി തോറ്റതല്ല കേട്ടോ, ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുക. പോട്ടെ.
മതിയല്ല. അവൻ തിരിച്ചു പിടിച്ചത്, അപ്പൊ തിരിച്ചു പിടിച്ചാൽ ചെയ്യാൻ പറ്റുമല്ലേ? അയ്യേ അതൊക്കെ എന്ത് നാണക്കേട് അതൊക്കെ. എനർജി വെറുതെ നഷ്ടപ്പെടുത്തുന്നു. ഓ ഇതൊന്നും ഒന്നും ഇല്ലല്ലോ. കേന്തിയായി ഇയാളെ ചേച്ചി ഇയാൾക്ക് മാത്രം എല്ലാം ഇട്ടിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ജിം അടച്ചു കൂട്ടി തോന്നുന്നു. അടുത്ത നമുക്ക് കേബിളിൽ അടിക്കാം. കേബിളിൽ നമുക്കിപ്പം പുഷ് ഡൗൺ അടിക്കാം അല്ലേ? അതെ പുഷ് ഡൗൺ. പുഷ് ഡൗൺ അല്ലെങ്കിൽ അത് ബൈസെപ്പ് അടിക്കണോ? പുഷ് ഡൗൺ അടിക്കാം. ട്രൈസെപ്സ് പുഷ് ഡൗൺ 100 കിലോ. കേറിക്കോ അടിച്ചോ. ഞാൻ അടിക്കാനാ ഫസ്റ്റ് അടിച്ചു. മറ്റേ ഞാനാ ഫസ്റ്റ് അടിച്ചത്. എന്റെ പൊന്നോ മൈക്ക് വരുന്നട്ടെ, അതുകൊണ്ടാ. അയ്യോ ഫസ്റ്റ് ടൈം ഇത് അടിക്കാൻ പോന്നെ. കേടാ കേട്ടോ. ഓട്ടെ കോപം നോക്കണ്ട, അടിച്ചോ. അവന്റെ കൈ ഓടി. ഇത് ഡേഞ്ചറാ. നമ്മള് ഹെൽത്ത് വിട്ട് കളിയില്ല, ഹെൽത്ത് കൂട്ടനാണ്. ഇനിയിപ്പോ അങ്ങനെ അറിഞ്ഞ അടിയടാ. കറക്റ്റായിട്ട് മാവപ്പം ചെയ്യത്തില്ല. എനിക്കിവിടെ ഇഞ്ചറി ഉണ്ടായിരുന്നേ, അതുകൊണ്ട്. എല്ലായിടത്തും ഇഞ്ചറി. പൊക്കാൻ പറ്റാത്ത വെയിറ്റല്ല ഇഞ്ചറി. അടി 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 അടി. അപ്പൊ 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം അളിയൻ വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. അടി അടി അടി. പറ്റത്തുള്ളൂ. അത് നിന്നെ കൂടെ എന്തിനെ കൊള്ള അന്വേഷിക്കുന്നു? നിന്നെ പെൺപിള്ളേർ നോക്കുവോ? ഇത് ഒരെണ്ണം മതി. അടിക്കാൻ പറ്റി. കൈ ഓടിയെങ്കിലും ഒരു വീഡിയോക്ക് വേണ്ടി അവൻ കൈ ഓടിച്ചു കളഞ്ഞു. അറിയത്തില്ല, പുഴ തെരിഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം അടുത്തടിക്കാൻ പോകുന്ന മെഷീനാണ്. അതായത് നമുക്ക് ഉള്ള വെയിറ്റ് എല്ലാം പറക്കിയിടാം. അപ്പോൾ ഗൈസ് ഇത് 125 കിലോ ഉണ്ട്. നമ്മൾ റാക്കെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം ഫുൾ റാക്ക് നമുക്ക് അടിക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് ചലഞ്ച്. ഇന്ന് ഷോൾഡർ ആയിരുന്നു, അതും കൂടെ ആലോചിച്ചാൽ. ഇന്ന് ഷോൾഡർ അടിച്ചു പൊളിത്താളായിരിക്കും, അല്ലെങ്കിൽ ചത്തു പോയി കേട്ടോ. അപ്പൊ 125 കിലോ നമ്മൾ അടിച്ചിരിക്കുന്നു. അടുത്തത് ആദ്യം അടിക്കാൻ പോവാന്. വീട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തോക്കുവാണ്. ഇജി പൊക്കണോ? ഒക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ ഓക്കെ തോറ്റി ഗൈസ്, ഞാൻ തോറ്റിരിക്കുന്നു. വാ വീട്ടിൽ വാ. അപ്പൊ എത്ര ചലഞ്ച്? 1 2 3 4 4എണ്ണത്തിൽ ഞാൻ ജയിച്ചു. 5 ഞാൻ ജയിച്ചു. എങ്ങനെ? ഞാനതൊന്നും അടിച്ചില്ല. ഇതെല്ലാം ഞാനും അടിച്ചു. ഇതിനകത്ത് മാത്രമല്ല ഞാൻ തോറ്റത്. ഞാൻ ജയിച്ചു. ഇത് 5 എണ്ണത്തിൽ ജയിച്ചു. ഈ സ്ട്രെങ്ത് നോക്കണം ഫസ്റ്റ്. അത് എന്നിട്ട് നിങ്ങള് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതല്ലേ? നിങ്ങള് പണ്ട് തൊട്ടേ ജിമ്മിൽ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. അത് മനസ്സിലായാൽ മതി. എന്ത് പണിഷ്മെന്റ് ഇവന് കൊടുക്കും? നമുക്കിവരെ കുനിച്ച് നിർത്തിയിട്ട് ചുമ്മാതല്ല, ഇവിടുന്ന് പല കംപ്ലൈന്റും വരുന്ന ഇതുകൊണ്ടാണ്. ട്രെയിനർ ശരിയല്ല. ഇവനെ നമുക്ക് ഇവിടുന്ന് അങ്ങനത്തെ വളവ് വരെ ഓട്ടിക്കാം. ഒരു 500 മീറ്റർ ഉണ്ട്. 500 ഞാനൊരു അത്ലറ്റാ.
ഒരു പ്രശ്നമില്ല, ഞാൻ ഓടിയിരിക്കും. ഓടുമല്ലോ. ഓടും, ഈസി. ഇത് തൂക്കിട്ടോ ഓടാം, ബാ. തൂക്കി മക്കളെ തൂക്കി വാ. അപ്പുറത്തെ ജംഗ്ഷൻ വരെ ഓടണം കേട്ടോ. ഞാൻ ഓടും, പക്ഷെ ഞാൻ മലയ്ക്ക് പോകുന്നുണ്ട് മാലിട്ടേക്കുക. ഇതിട്ടോണ്ട് ഓടാൻ പാടാ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊടുത്തേക്കുക. ഓക്കെ ഓക്കെ, ഓടട്ടെ. ഓക്കെ, ഓടിക്കോ, ഓടാ. ഓടുവാണ് ഗൈസ്. തീപ്പൊരി പമ്പരം പറത്തി വീടാം, ഇടിവെട്ടും അമിട്ടിന് തിരി കൊളുത്താം, വെടിപ്പട കുതിരയെ പടച്ചു വിടാം, എരിയുന്ന സൂര്യനെ ഇവനെ ഓടട്ടോ, നമുക്കിന്ന് പോയാലോ. രാത്രി 10 മണിക്കൊക്കെ താണ്ട കിടന്ന് ഓടുന്നത്. ചലഞ്ച് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുന്നു. മൈക്ക് കാണാം ഗൈസ്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വളർത്തി വലുതാക്കണം. ഓക്കെ, വലിയ അഭിഷേകിനെ മണി അടിച്ച് പൊട്ടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.